द्वितीयः पाठः चिक्रोडस्य साहाय्यम्। भारतस्य दक्षिणतीरः। श्रीरामचन्द्रः सागरतीरे उपविशति। लक्ष्मणः सुग्रीवः च पार्श्वे तिष्ठतः। लङ्कां गन्तुं सेतुनिर्माणं प्रचलति तत्र। विश्वकर्मदेवस्य पुत्रः नलः सेतुनिर्माणे नेतृत्वं वहति। अनेके वानराः शिलाखण्डान् वृक्षखण्डान् च आनयन्ति जले निक्षिपन्ति च। तदानीं ज्येष्ठः तत्र सः चिक्रोडः किं करोति इति पश्यतु। लक्ष्मणः श्रीरामचन्द्रं वदति। सः जले निमज्जति, ततः सिकतासु लुठति, सेतुं गच्छति, शरीरे स्थितां सिकतां तत्र निक्षिपति, वारं वारम् एवं करोति। श्रीरामचन्द्रः चिक्रोडं समीपम् आह्वयति, तं पृच्छति, भवान् किं करोति? चिक्रोडः वदति, अहं वानरापेक्षया लघुतरः दुर्बलः च भवामि, तथापि रामकार्ये यथाशक्ति साहाय्यं कर्तुम् इच्छामि। सन्तुष्टः श्रीरामचन्द्रः स्वहस्तेन चिक्रोडं लाളയति. ഇനി നമുക്ക് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് പാഠത്തിൻ്റെ അഭ്യാസത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കാം. ദക്ഷിണതീരഃ തിഷ്ഠതഃ, വിശ്വകർമ്മദേവഃ, ശിലാഖണ്ഡഃ, ചിക്രോഡഃ, ലക്ഷ്മണഃ, നിമജ്ജതി യഥാശക്തി. അതിനുശേഷം ഈ പാഠത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു എക്സസൈസാണ് പ്രദത്തൈഹി വർണ്ണൈ സാർത്ഥക പദനിർമ്മാണം കുരുത. തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥയുക്തമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ. അവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഇന്ദ്രഃ രാ ച മ ശ്രീ. അർത്ഥയുക്തമായിട്ടുള്ളൊരു വാക്ക് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീരാമചന്ദ്രഃ. അതുപോലെ മറ്റ് വർണ്ണങ്ങൾ ഉപയോഗിച്ച് ഗക്ഷവൃണ്ടാഃ, രാഹ നവ, ധാക്തി ശയ, ടിലുട. അതിൽ ആദ്യത്തെ വാക്ക് വൃക്ഷഖണ്ഡാഹ, 2 വാനരാഹ, 3 യഥാശക്തി, 4 ലുഠതി. ഇത്രയും പദങ്ങളാണ് ആ വാക്കുകൾ കൊണ്ട് എഴുതാൻ പറ്റുന്നത്. ഇനി 16ാമത്തെ പേജിൽ നമുക്ക് പാഠാനുസാരം ഉചിതൈഹി പദൈഹി പൂരയത. ശ്രീരാമചന്ദ്രഃ ഉപവിശതി, സഹ ചിക്രോഡഃ നിമജ്ജതി, ശ്രീരാമചന്ദ്രഃ സ്വഹസ്തേന ലാളയതി, യഥാശക്തി കർത്തും ഇച്ഛാമി. ശ്രീരാമചന്ദ്രഃ സാഗരതീരേ ഉപവിശതി, സഹ ചിക്രോഡഃ ജലേ നിമജ്ജതി, ശ്രീരാമചന്ദ്രഃ സ്വഹസ്തേന ചിക്രോഡം ലാളയതി, യഥാശക്തി സാഹായ്യം കർത്തും ഇച്ഛാമി. ഇനി 3 ചോദ്യോത്തരങ്ങളുണ്ട്. കുത്ര ഗന്ധം സേതുനിർമ്മാണം പ്രചലതി? കഹ ചിക്രോഡം സമീപം ആഹ്വയതി? ശ്രീരാമചന്ദ്രഃ സ്വഹസ്തേന കം ലാളയതി? കുത്ര ഗന്ധം സേതുനിർമ്മാണം പ്രചലതി? ലങ്കാം ഗന്ധം. ലങ്കാം എവിടേക്ക് പോകാനാണ് പാലം നിർമ്മിക്കുന്നത്? ലങ്കാം ഗന്ധം. കഹ ചിക്രോഡം സമീപം ആഹ്വയതി? ആരാ ചിക്രോഡത്തെ അണ്ണാനെ അടുത്ത് വിളിച്ച്? ശ്രീരാമഃ. ശ്രീരാമചന്ദ്രഃ സ്വഹസ്തേന കം ലാളയതി? ശ്രീരാമചന്ദ്രൻ ആരെയാണ് ലാളിച്ചത്? ചിക്രോഡം, അണ്ണാനെ. ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട അഭ്യാസങ്ങൾ.